അർച്ചന, എല്ലാവർക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വിശേഷങ്ങൾ, ഇത് മാത്രമാണ് എല്ലാവർക്കും പറയാനുള്ളത്. അപ്പോൾ മധ്യകേരളത്തിന്റെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ് പങ്കുവയ്ക്കാനുള്ളത്? ശ്രീനിധി, വലിയ ആവേശത്തിൽ തന്നെയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം മുതൽ തുടങ്ങിയ ആവേശ പോരാട്ടമാണ്. ഇപ്പോഴത്തെ നാളെ കൊട്ടിക്കലാശമാണ്. വലിയ ആഹ്ലാദത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ. കാരണം നീണ്ട കാലത്തെ ഒരു പ്രചരണം അവസാനിച്ച് നാളെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വീടുകൾ കയറി ഒപ്പം എല്ലാ വോട്ടർമാരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് അതിൻ്റെ തൃപ്തിയോടെയാണ് നാളെ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുന്നത്. ഏതായാലും കൊച്ചിയെ സംബന്ധിച്ച് വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് LDF. കാരണം ഒരു ചരിത്ര വിജയം കൊച്ചിയിൽ LDF സ്വന്തമാക്കുമെന്നുള്ള വിജയപ്രതീക്ഷ തുടക്കം മുതലുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും സംസ്ഥാനത്താകെ ഉണ്ടാകുന്ന വികസന പദ്ധതികൾക്കോടൊപ്പം കൊച്ചി കോർപ്പറേഷനിൽ ഒരുപാട് വികസന പദ്ധതികൾ ഇക്കാലയളവിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് ഈ ചരിത്ര വിജയം എന്ന ആ പ്രതീക്ഷയ്ക്കുള്ള കാരണവും. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം MV ഗോവിന്ദൻ മാഷനെല്ലാം തന്നെ ഇവിടെ പ്രചരണത്തിന് എത്തുകയും അത് വലിയ വിജയമായി തീരുകയും ചെയ്തിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പ്രസംഗിച്ചതടക്കം കൊച്ചിയിൽ വിജയം കരസ്ഥമാക്കും LDF വീണ്ടും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. എന്തായാലും ആ ഒരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഉള്ളത്. കാരണം ഊർജിതമായ പ്രചരണമാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലും എന്തായാലും ഉണ്ടാകും. മാത്രമല്ല കൊച്ചി കോർപ്പറേഷനിൽ 9 കൗൺസിലർമാരാണ്. നേരത്തെ മത്സരിച്ച ആളുകൾ തന്നെയാണ് ഇപ്പോഴും മത്സര രംഗത്തുള്ളത്. 13 നഗരസഭകളാണ്, 76 കൊച്ചി കോർപ്പറേഷൻ ഡിവിഷനുകളിലാണ് ഇത്തവണ മത്സരം നടക്കുന്നത്. 70 ഡിവിഷനുകളിലാണ് LDF മത്സരിക്കുന്നത്. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച് ഒരുപാട് വികസന പദ്ധതികളുണ്ട്. സമൃദ്ധി, ഷീലോഡ്ജ്, ബ്രഹ്മപുരത്തെ മാലിന്യമല നീക്കിയത് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളാണ് ഇക്കാലയളവിൽ സമൃദ്ധിയിൽ പൂർത്തിയായത്. കേരളം ഒട്ടാകെ LDFിൻ്റെ വികസന പദ്ധതികൾ ചർച്ചയാകുമ്പോൾ തന്നെ കൊച്ചിയിൽ നഗരത്തിൽ നടപ്പിലാക്കിയ നിരവധി പദ്ധതികൾ ഈ പ്രചരണ കാലയളവിലെല്ലാം തന്നെ ചർച്ചയായതാണ്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും നിർണായകമാകാൻ പോകുന്നതും. എന്തായാലും ഇതേസമയം തന്നെ UDF വലിയ പ്രതിസന്ധിയിലായിരുന്നു. നമുക്കറിയാം, തുടക്കം മുതൽ വിമതരുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ UDFിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ. അത് ഇപ്പോൾ വലിയ രീതിയിൽ UDFിന് വലിയ തലവേദനയാകുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ BJPക്ക് പലയിടങ്ങളിൽ സ്ഥാനാർത്ഥികളില്ല തുടങ്ങിയ പ്രതിസന്ധികളെല്ലാം തന്നെ മറുഭാഗത്ത് ഉണ്ട്. എന്തായാലും കൊച്ചി നഗരസഭയെ സംബന്ധിച്ച് മാറി മാറി വരുന്ന ഒരു ഭരണമാണ്. എന്തായാലും കഴിഞ്ഞ LDFിൻ്റെ ഭരണത്തിൽ ജനങ്ങൾ പൂർണ്ണ തൃപ്തരാണെന്ന് ഈ പ്രചരണത്തിലടക്കം നമുക്ക് മനസ്സിലായതാണ്. കാരണം അത്രത്തോളം വികസനങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും LDF കൊച്ചി നഗരസഭ ഭരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത്. എന്തായാലും ആ പ്രതീക്ഷയോടെ തന്നെയാണ് പ്രചരണം ഊർജിതമായി നടക്കുകയും നാളെ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്.